ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു PSC ബിഗിനേഴ്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കുട്ടികളുടെ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, ആദ്യം നമുക്ക് കുട്ടികളുടെ സംരക്ഷണ നിയമം അതിനെക്കുറിച്ച് പറയാം. അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് യുണിസെഫിനെ കുറിച്ച്. യുണൈറ്റഡ് നേഷൻ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. യുണൈറ്റഡ് നേഷണൽ ഇൻ്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് പറഞ്ഞാൽ, ലോകമെമ്പാടുമുള്ള കുട്ടികൾ മാനുഷികവും വികസനപരവുമായ സഹായം നൽകുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു ഏജൻസിയാണ് യുണിസെഫ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യം പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്കെതിരായ കുട്ടികൾ ഇരയാവുന്നതുമായ കുറ്റകൃത്യങ്ങളെയാണ് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. അതായത് കുട്ടികൾക്കെതിരായോ കുട്ടികൾ ഇരയാവുന്നതായ കുറ്റകൃത്യങ്ങളാണ് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ വേറെ ഒന്നും കൂടിയുണ്ട്. യുണിസെഫിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂയോർക്കാണ്. യുണിസെഫ് രൂപം കൊണ്ടത് 1946 ഡിസംബർ 11 അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണ്. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കൺവെൻഷൻ അതാണ് UNCRC. ഐക്യരാഷ്ട്രസഭയുടെ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള കൺവെൻഷനാണ് UNCRC എന്ന് പറയുന്നത്. അതിൽ കുട്ടികളുടെ സാർവലൗകിക അവകാശ ഉടമ്പടി ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലി 1989 നവംബർ 20 അംഗീകരിച്ചു. 1989 നവംബർ 20 അംഗീകരിച്ചു. UNCRC പ്രാബല്യത്തിൽ വന്നത് 1990 ലോക ചരിത്രത്തിൽ ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ട മനുഷ്യാവകാശ ഉടമ്പടിയാണ് UNCRC എന്ന് പറയുന്നത്. ഐക്യരാഷ്ട്രസഭ പാസാക്കിയ കുട്ടികളുടെ അവകാശ കൺവെൻഷനിൽ ഇന്ത്യ ഒപ്പുവെച്ചത് 1992 ഡിസംബർ 11 അതിൽ കുട്ടികൾക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ എന്ന് അവർ പറയുന്നത്, UNCRCയിലെ കുട്ടികൾക്ക് വേണ്ട അവകാശങ്ങൾ എന്നവർ പറയുന്നത് ജീവിക്കാനും പിന്നെ വിദ്യാഭ്യാസത്തിനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുവാനും ദുരുപയോഗം, ആക്രമണം, അവഗണന അവയിൽ നിന്ന് അവയെ സംരക്ഷിക്കാനും മാതാപിതാക്കളാൽ വളർത്തപ്പെടാനും മാതാപിതാക്കളുമായി ബന്ധം പുലർത്തുവാനുമുള്ള അവരുടെ അവകാശങ്ങളാണ്. അതാണ് UNCRC അംഗീകരിക്കുന്ന കുട്ടികളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ലോക ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. ലോക ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12. അപ്പോൾ ഈ ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 24. ഇന്ത്യൻ ഭരണഘടനയിൽ ബാലവേല നിരോധിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 24. ബാലവേല വിരുദ്ധ ദിനമാണ് ജൂൺ 12 എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 24 ജൂൺ 12, 24 പകുതി 12 എന്ന ലെവലിൽ ഓർത്തു വെച്ചാൽ മതി. ലോക ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ആർട്ടിക്കിൾ 24 ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ സമയത്ത് ബാലവേല നടന്നിട്ടില്ല എന്ന് സൂചിപ്പിക്കാനുള്ള മുദ്രയാണ് റാക്മാർക്ക് മുദ്ര എന്ന് പറയപ്പെടുന്നത്. ഇനി നമുക്ക് ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട നിയമങ്ങൾ, കുട്ടികൾക്ക് വേണ്ടി ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇന്ത്യയിൽ കുട്ടികൾക്ക് വേണ്ടി പലതരം നിയമങ്ങൾ നടപ്പിലാക്കപ്പെട്ടിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലം തൊട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല നിയമങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് ശൈശവ വിവാഹ നിയന്ത്രണ നിയമം എന്ന് പറയുന്നത്. ശൈശവ വിവാഹ നിയന്ത്രണ നിയമം എന്ന് പറയുന്നത് 1929 അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 14 പെൺകുട്ടികളുടെ വിവാഹ പ്രായം 14 ആൺകുട്ടികളുടെ വിവാഹപ്രായം 18 വയസ്സുമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ 1929 നിയമപ്രകാരം പെൺകുട്ടികളുടെ വിവാഹപ്രായം 14 ആൺകുട്ടികളുടെ 18 ഈ നിയമം നിലവിൽ വന്നത് 1930 ഏപ്രിൽ 1 അതുകൂടാണ്ട് വേറൊരു നിയമം കൂടിയുണ്ട്, ശൈശവ വിവാഹ നിരോധന നിയമം 2006. ഏകദേശം പേര് ഒരുപോലെ ആയതുകൊണ്ടാണ് അത് പറയുന്നത്. ശൈശവ വിവാഹ നിയന്ത്രണ നിയമം എന്താ പറയുന്നത് പറഞ്ഞാൽ, ഈ നിയമപ്രകാരം ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 വയസ്സും പെൺകുട്ടികൾക്ക് 18 വയസ്സുമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2007 ഇത് രണ്ടിലും നിയമം പറയുന്നത് നിയമത്തിൻ്റെ പേരിൽ 2006 എന്നാണെങ്കിലും പ്രാബല്യത്തിൽ വന്നത് 2007. അതുപോലെ ശൈശവ വിവാഹ നിയന്ത്രണ നിയമം 2029 പ്രാബല്യത്തിൽ വന്നത് 1929 പ്രാബല്യത്തിൽ വന്നത് 1930 1930 പ്രാബല്യത്തിൽ വന്നതിൽ വയസ്സ് പറയുന്നത് പെൺകുട്ടികൾക്ക് 14 ആൺകുട്ടികൾക്ക് 18 ആണെങ്കിൽ 2006 നിലവിൽ വന്ന നിയമത്തിൽ പറയുന്നത്
ആൺകുട്ടികളുടെ വിവാഹപ്രായം 21 പെൺകുട്ടികളുടേത് 18 അന്നാണ്. അടുത്തത് ബാലവേല നിയമം 1986 അംഗീകരിച്ചത്. 1986 ഡിസംബർ 23. അപ്പോൾ ബാലവേല നിരോധന നിയമം എപ്പോഴാണ്? നിരോധന നിയമം 1986 ഡിസംബർ 23 ഡിസംബർ 23 അംഗീകരിച്ചത്. ബാലവേല നിരോധനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 24. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. അവരുടെ ബാലവേല ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബാലവേല നടന്നിട്ടില്ല എന്ന് പറയുന്നതിനുള്ള ആ മുദ്രയാണ് രാഗ്മാർക്ക് മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ബാലവേല നിരോധന നിയമം 1986 ഡിസംബർ 23 അംഗീകരിച്ചു. അപ്പോൾ ബാലവേല ഭരണഘടനയിലുള്ള ബാലവേല നിരോധിക്കുന്നതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ 24. നിലവിൽ രാഗ്മാർക്ക് മുദ്ര എന്ന് പറയുന്നത് എന്താണ്? നിലവിൽ രാഗ്മാർക്ക് മുദ്ര ഗുഡ് വീവ് എന്നറിയപ്പെടുന്നു. അപ്പോൾ രാഗ്മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബാലവേല ആ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ബാലവേല നടന്നിട്ടില്ല എന്ന് പറയുന്നതാണ്. ബാലവേല വിരുദ്ധ ദിനം ജൂൺ 12. ബാലവേല നിരോധനം ഭേദഗതി ചെയ്ത നിയമം നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 1. ബാലവേല നിരോധനം ഭേദഗതി നിയമം നിലവിൽ വന്നത് 2016 സെപ്റ്റംബർ 1. ഈ നിയമപ്രകാരം കുട്ടിയെന്ന് വിശേഷിപ്പിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ള വ്യക്തികളെയാണ്. ഈ നിയമപ്രകാരം കുട്ടിയെന്ന് വിശേഷിപ്പിക്കുന്നത് 14 വയസ്സിൽ താഴെയുള്ള വ്യക്തികളെയാണ്. കൗമാരക്കാർ എന്ന് പറയുന്നത് 14 മുതൽ 18 വയസ്സുവരെയുള്ള വ്യക്തികളെയാണ്. കുട്ടികളല്ല, 14 to 18 വരെയുള്ള വ്യക്തികളെയാണ്. ബാലവേല നിരോധന നിയന്ത്രണ നിയമപ്രകാരം ബാലവേല ചെയ്തതായി കണ്ടെത്തിയാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവും 20,000 മുതൽ 50,000 വരെ പിഴയും ലഭിക്കുന്ന കുറ്റമാണ്. അതുപോലെ ഈ നിയമപ്രകാരം കുട്ടിയെ 2015 ബാലനീതി നിയമപ്രകാരം കുട്ടിയെ തൊഴിൽ രംഗത്ത് ചൂഷണം ചെയ്യുന്നത് 5 വർഷം വരെ കഠിന തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഏതിൽ പറയുന്നത്? ബാലവേല നിയമം 1986 ബാലവേല നിയമത്തിൽ പറയുന്നത്. അടുത്തത് ബാലാവകാശ നിയമം 2005. അടുത്തത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് 2005. ഈ കമ്മീഷൻ ആക്ട് 2005 ലോകസഭ പാസ്സാക്കിയത് ഡിസംബർ 21 2005 ഡിസംബർ 21 രാജ്യസഭ പാസ്സാക്കിയത് 2005 ഡിസംബർ 22 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2006 ജനുവരി 20 ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് 2007 ഫെബ്രുവരി 15 അതിനുശേഷമാണ് 2007 തന്നെയാണ് ദേശീയ ബാലാവകാശ കമ്മീഷനും പിന്നെ 2013 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനും നിലവിൽ വന്നത്. അടുത്തത് ശൈശവ വിവാഹ നിരോധന നിയമം 2006. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ശൈശവ വിവാഹ നിയന്ത്രണം 1929 ഒപ്പം തന്നെ ശൈശവ വിവാഹ നിരോധന നിയമം പറഞ്ഞു. അടുത്തത് വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം 2009. വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം എപ്പോഴാണ്? 2009. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നാണ് അത് പറയുന്നത്. ഇത് രാജ്യസഭ പാസ്സാക്കിയത് 2009 ജൂലൈ 20 രാജ്യസഭ പാസ്സാക്കിയത് 2009 ജൂലൈ 20 ലോകസഭ പാസ്സാക്കിയത് ഓഗസ്റ്റ് 4 2009 ഓഗസ്റ്റ് 4 രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2009 ഓഗസ്റ്റ് 26 ഇത് പ്രാബല്യത്തിൽ വന്നത് 2010 ഏപ്രിൽ 1 ഈ നിയമം 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2012 17 19 എപ്പോഴൊക്കെയാണ്? 12 17 19 3 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇതിലാകെ 39 സെക്ഷനുകളും ഒരു ഷെഡ്യൂളുമാണ് ഉള്ളത്. എത്ര ഉണ്ട്? 39 സെക്ഷൻ, ഒരു ഷെഡ്യൂൾ. ഈ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വരുവാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 86 ഭേദഗതി എന്ന് പറയുന്നത്. ആ 86 ഭേദഗതിയിലാണ് എന്ത് പറയുന്നത്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നൽകണം. അത് മൗലിക അവകാശമായി മാറിയത് 86 ഭേദഗതിയിലൂടെയാണ്. അതുപോലെ ഈ 86 ഭേദഗതിയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത്. അടുത്തതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് 2012. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് പോസ്കോ ആക്ട് 2012. ഇന്ത്യയിൽ കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയുന്നതിന് വേണ്ടി 2012 കൊണ്ടുവന്ന നിയമമാണ് പോസ്കോ ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ബാലനീതി നിയമം 2015.
ബാലനീതി നിയമം 2015. ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളുടെയും നിയമവുമായി പൊരുത്തപ്പെടാത്ത കുട്ടികളുടെയും പുനരധിവാസം, വികസനം, സംരക്ഷണം, ശ്രദ്ധ എന്നിവയ്ക്കും അവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന നിയമമാണിത്. ഇത് 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ റദ്ദ് ചെയ്തുകൊണ്ട് അതിനു പകരമായി വന്ന നിയമമാണ് ഏത്? ബാലനീതി നിയമം 2015 എന്ന് പറയുന്നത് 2000 ജുവനൈൽ ജസ്റ്റിസ് ആക്ടിനെ റദ്ദ് ചെയ്തതുകൊണ്ട് വന്ന നിയമമാണിത്. ഈ നിയമം ലോക്സഭ പാസ്സാക്കിയത് 2015 മെയ് 7-നും രാജ്യസഭ പാസ്സാക്കിയത് 2015 ഡിസംബർ 22-നും രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2015 ഡിസംബർ 31-നും ജുവനൈൽ ജസ്റ്റിസ് നിയമം നിലവിൽ വന്നത് 2016 ജനുവരി 15-നുമാണ്. ഈ നിയമത്തിൽ 10 അധ്യായങ്ങളും 112 സെക്ഷനുകളും ഉൾപ്പെടുന്നു. ഇനി ബാലാവകാശ കമ്മീഷൻ നിയമം 2005. അതെന്താണ് പറയുന്നത് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ ആക്ട് 2005 ലോക്സഭ പാസ്സാക്കിയത് 2005 ഡിസംബർ 21-നും രാജ്യസഭ പാസ്സാക്കിയത് ഡിസംബർ 22-നുമാണെന്ന്. അതുപോലെ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എപ്പോഴാണ്? 2006 ജനുവരി 20-നാണ്. ഈ നിയമം നിലവിൽ വന്നത് 2007 ഫെബ്രുവരി 15-നാണ്. ഇതിനുശേഷമാണ് ദേശീയ ബാലാവകാശ കമ്മീഷനും കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനും എന്നൊന്ന് പറഞ്ഞു. പക്ഷേ 2007-ലാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ വന്നെങ്കിൽ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വന്നത് 2013-ലാണ്. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005 സെക്ഷൻ 3(1) പ്രകാരം ദേശീയ ബാലാവകാശ കമ്മീഷൻ വന്നു. അപ്പോൾ പറയാം, ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്തിലാണ് വന്നത്? ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005 സെക്ഷൻ 3(1) പ്രകാരമാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ വന്നത്. എന്നാൽ 2005 സെക്ഷൻ 17(1) പ്രകാരം ഓരോ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്ഥാപിക്കപ്പെടണം എന്ന് പറഞ്ഞതുമൂലമാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വന്നത്. ഇനി നമുക്ക് ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറയാം. ദേശീയ ബാലാവകാശ കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് 2007 മാർച്ച് 5-നാണ്. നമ്മൾ പറഞ്ഞ പോലെ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത് 2007-ലാണ് എന്ന് പറഞ്ഞു. നിയമം പ്രാബല്യത്തിൽ വന്നത് 2007 ഫെബ്രുവരി 15-ന് എന്ന് പറഞ്ഞു. അതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5-നാണ്. ഇതുമൂലം സ്ഥാപിതമായ സ്ഥാപനം, അതായത് 2005 ബാലാവകാശ സംരക്ഷണ നിയമം മൂലം സ്ഥാപിതമായ സ്ഥാപനമാണ്. അതിൻ്റെ ആസ്ഥാനമാണ് ഡൽഹി എന്ന് പറയുന്നത്. ബാലാവകാശ സംരക്ഷണ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ്. ഏതൊരു എക്സാമിനും ഇങ്ങനെ ചോദിക്കും, കുട്ടി എന്ന് പറയുന്നത് എത്ര വയസ്സ് മുതലുള്ളതാണ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ പറയും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഈ ബാലാവകാശ കമ്മീഷൻ ഏതിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ്. ഇതിൽ പിന്നെ അംഗങ്ങളുടെ എണ്ണം ചോദിക്കും. അംഗങ്ങളുടെ എണ്ണം 7, ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണുള്ളത്. അപ്പോൾ ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളാണുള്ളത്. പിന്നെ ഇതിലത്തെയും ദേശീയ ബാലാവകാശ കമ്മീഷനിലെയും കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെയും അംഗസംഖ്യ, അവരുടെ പ്രായം, അവരുടെ കാലാവധിയൊക്കെ ഏകദേശം ഒരേ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് മതിയാവും. ഓക്കെ, പറയാം. 7 അംഗങ്ങളാണുള്ളത്, ചെയർമാൻ ഉൾപ്പെടെ. അത് കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി കൂടി ഉണ്ടായിരിക്കും. 7 അംഗങ്ങൾ പ്ലസ് ഒരു മെമ്പർ സെക്രട്ടറി. അപ്പോൾ ഈ പറയുന്ന അംഗങ്ങളിൽ ചെയർമാൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കണം. വെറുതെ ഒരാൾക്ക് കയറി ചെയർമാൻ ആകാനൊന്നും കഴിയില്ല. എന്ത് വേണം? ആ കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാവണം. അതുമായി ബന്ധപ്പെട്ട് പ്രാഗൽഭ്യനുമായിരിക്കണം. ആ കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ, അവർക്ക് എന്തൊക്കെ വേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അറിവ് കൂടിയുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ മറ്റ് 6 അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം. മറ്റ് 6 അംഗങ്ങളിൽ 2 പേർ വനിതകളായിരിക്കണം. പിന്നെ ഇവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം 65 വയസ്സ്. ആർക്ക്? ചെയർമാന് 3 വർഷം 65 വയസ്സും മറ്റ് അംഗങ്ങൾക്ക് 3 വർഷം 60 വയസ്സുമാണ് വരുന്നത്. അതുപോലെ ഇവരെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതൊക്കെ ആരാണ്? കേന്ദ്ര സർക്കാരാണ്. ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. അവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും കേന്ദ്ര സർക്കാർ ആയതുകൊണ്ട് തന്നെ ഇവർ പ്രവർത്തന റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുക. ആർക്കാണ് സമർപ്പിക്കുക? കേന്ദ്ര സർക്കാരിനാണ് സമർപ്പിക്കുക. അതുപോലെ ഇവരുടെ വേറെ
ഇവരുടെ ജോലി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ അവകാശങ്ങളുടെ മേഖലയിൽ ഗവേഷണം ഏറ്റെടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, ബാലാവകാശ സാക്ഷരത പ്രോത്സാഹിപ്പിക്കുക, അതിന് വേണ്ടിയുള്ള പ്രസിദ്ധീകരണങ്ങൾ, മാധ്യമങ്ങൾ, സെമിനാറുകൾ തുടങ്ങിയവയിലൂടെ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് ലഭ്യമായ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുക. ഇതൊക്കെയാണ്. അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ശാന്ത സിൻഹയാണ്. നമുക്ക് കുട്ടികളിലൊക്കെ മാനേജ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ശാന്ത സ്വഭാവം വേണം പറയില്ല, അതുപോലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹയാണ്. നിലവിലെ ചെയർമാൻ പ്രിയങ്ക് ഖനുങ്കോ ആണ്. ഇനി നമുക്ക് അതുപോലെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറയാം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ഞാൻ പറഞ്ഞു 2013 ജൂൺ 3 വന്നത് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. ഇത് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ നിയമങ്ങൾ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2005 മൂലമാണ്. അത് നമ്മൾ പറഞ്ഞ സെക്ഷൻ 17(1) പ്രകാരമാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ സ്ഥാപിക്കപ്പെടണം എന്നുള്ള നിയമം മൂലം വന്നതാണെന്ന് പറഞ്ഞു. അതുകൂടാതെ കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2012 കൂടി കൂട്ടിയിട്ടാണ് എന്ത് വന്നത്, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ വന്നത്. ഇതിലെയും അംഗസംഖ്യ സെയിം ആണ്, 7 അംഗങ്ങൾ. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങൾ പ്ലസ് ഒരു സെക്രട്ടറി. കാലാവധി 3 വർഷം, 65 വയസ്സ് ചെയർമാൻ്റെ കാലാവധി 3 വർഷം 65 വയസ്സ്, അംഗങ്ങളുടെ കാലാവധി 3 വർഷം 60 വയസ്സ്. അതുപോലെ ഇവരെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനും നിലവിലെ ചെയർപേഴ്സൺ KV മനോജ് കുമാറുമാണ്. അടുത്തത് ഇവർക്ക് വേണ്ടി കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഇവർക്ക് വേണ്ടി പല ക്ഷേമ പദ്ധതികൾ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സ്ത്രീകളുടെ തന്നെ പറഞ്ഞു, പലതരം പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് പറഞ്ഞ് നമ്മൾ കുറേ പദ്ധതികൾ പഠിച്ചു. അതുപോലെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, സംയോജിത ശിശു വികസന പദ്ധതി 1975 ഒക്ടോബർ 2 ICDS. പിന്നെ മിഷൻ ഇന്ദ്രധനുഷ്, അത് ധനുഷാണ്, 2014 ഡിസംബർ 25. ടൈപ്പിംഗ് മിസ്റ്റേക്ക് കുറച്ചുണ്ട്, ഒന്ന് ശ്രദ്ധിക്കണേ. ബാൽ സ്വാസ്ഥ്യ കാര്യക്രം അല്ല, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമാണ്. അതുപോലെ താലോലം 2010 ജനുവരി 1, ശരണബാല്യം 2017, ബാലസൗഹൃദ കേരളം പദ്ധതി, കാവൽ പ്ലസ് പദ്ധതി, സ്നേഹപൂർവം, ബാലമുകുളം, ഹൃദയം പദ്ധതി, ഓപ്പറേഷൻ വാത്സല്യ, ഓപ്പറേഷൻ പി ഹഡ്, ക്രിഗ്ലോവ്, മിഠായി, ശ്രുതി തരംഗം, ധ്വനി, കാതോരം, നിരീക്ഷണ, എസ്റ്റ് ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്, ഇവയൊക്കെയാണ് കുട്ടികൾക്കായി കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്നത്. കുട്ടികൾക്കായി കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ നമുക്ക് അവയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ട് പോവാം. ആദ്യം സംയോജിത ശിശു വികസന പദ്ധതിയിൽ എന്താ പറയുന്നതാണ്, ഇത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വന്നത്. നമ്മൾ ഓരോ പഞ്ചവത്സര പദ്ധതിയുടെ പ്രത്യേകതകൾ ചോദിക്കും, അപ്പോൾ ഇതും ശ്രദ്ധിക്കുക. 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ത് വന്നത്, സംയോജിത ശിശു വികസന പദ്ധതി വന്നത് 1975 ഒക്ടോബർ 2. ഇത് പറയുന്നത് എന്താണ് പറഞ്ഞാൽ 6 വയസ്സിൽ ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണ് പറഞ്ഞാൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഗർഭിണിയായ അമ്മമാർ, ഗർഭിണിയായവർ, പാലൂട്ടുന്ന അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ എന്നിവരാണ് ICDSൻ്റെ ഗുണഭോക്താക്കൾ. നമുക്ക് വളരെ ഈസിയിൽ പറയാം. നമ്മൾ ഈ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ, അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു 3 വയസ്സാകുന്നവരെ, അതുപോലെ ഈ കൗമാരപ്രായക്കാർ, ഇവർക്കൊക്കെ നമുക്ക് അംഗനവാടി പോയി പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അമൃതം പൊടി കിട്ടും. ഇതന്നെയാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. എന്ത് നൽകുക, ഇവർക്ക് വളർച്ച അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റിയിട്ട് പോഷകാഹാരം നൽകുക എന്നത് മൂലം അംഗനവാടി വഴി അവരെന്ത് നൽകും, അമൃതം പൊടി നൽകും. ഇപ്പം കുട്ടികൾക്ക് 6 വയസ്സ് മുതൽ 3 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് അംഗനവാടി വഴി അമൃതം പൊടി അവർ നൽകുന്നത്. അതുപോലെ ടീനേജ് കുട്ടികൾക്കും ഇതുപോലെയുള്ള പല ധാന്യങ്ങളൊക്കെ ആയിട്ടും ഈ അംഗനവാടി വഴി അവർ നൽകുന്നുണ്ട്. അതാണ് ICDSന് കീഴിൽ വരുന്നത്.
ജനനം മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പോഷകാഹാരവും ആരോഗ്യക്രമവും മെച്ചപ്പെടുത്തുക. കുട്ടികളുടെ ശരിയായ മാനസികവും ശാരീരികവും സാമൂഹികവുമായ വികസനത്തിന് അടിത്തറയിടുക. ശിശുമരണം, മാതൃമരണം, രോഗാവസ്ഥ, പോഷകദാരിദ്ര്യം എന്നിവ കുറയ്ക്കുക. ശിശുക്കളുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിന് വിവിധ വകുപ്പുകളുടെ നയങ്ങളും നടപടികളും ഫലപ്രദമായി ഏകോപിപ്പിക്കുക. ശരിയായ പോഷകാരോഗ്യ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് അമ്മമാരെ പ്രാപ്തരാക്കുന്ന വിധത്തിൽ ശരിയായ ആരോഗ്യ പോഷക വിദ്യാഭ്യാസം നൽകുക. അതായത് അമ്മമാർക്കൊക്കെ ഏതേത് സമയങ്ങളിൽ എന്തെന്ന് ഭക്ഷണം നൽകണം എന്നെല്ലാം അമ്മമാർക്ക് അതിനെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ നൽകുക എന്നാണ്. ഇപ്പം നമുക്ക് പറയാം ഈ അമൃതം പൊടി എന്നുള്ളത് കിട്ടുന്നറിയാം. ആ അമൃതം പൊടിയിൽ എന്തൊക്കെ ചേർത്തിട്ടുള്ളത് പറഞ്ഞാൽ ഗോതമ്പ്, നിലക്കടല, അത് ആ പൊടിയുടെ പാക്കറ്റിലേ അവർ എഴുതിയിട്ടുണ്ടാവും. ഗോതമ്പ്, നിലക്കടല, സോയാബീൻ, പഞ്ചസാര, അതൊക്കെയാണ് അതിൽ ചേർത്തിട്ടുണ്ടാവുക. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. ജില്ലാ കുടുംബശ്രീ മിഷൻ മുഖേനയാണ് ഇപ്പോൾ ഇതിൻ്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതൊക്കെയാണ് എന്തിൽ വരുന്നത്? ICDSൽ വരുന്നത്. അടുത്തത് രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം. അതിലെന്താ പറയുന്നത് പറഞ്ഞാൽ ഇതൊരു വിദ്യാലയ ആരോഗ്യ പദ്ധതിയാണ്. എന്താണ്? ഇതൊരു വിദ്യാലയ ആരോഗ്യ പദ്ധതിയാണ്. ജനിതക വൈകല്യമോ രോഗങ്ങളോ ഉള്ള കുട്ടികളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി 2013 ആരംഭിച്ച പദ്ധതികളാണ്. ഇതിൽ ഇവർ കുറച്ച് ആരോഗ്യം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ എന്നാണ് അവർ പറയുന്നത്. ഈ ജനന വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, പിന്നെന്താണ് പല ന്യൂനതകളുള്ള വൈറ്റമിൻ എയുടെ, ഡിയുടെ, അങ്ങനെയുള്ള പല വൈകല്യം, വിളർച്ച ഒക്കെ ഉള്ള കുട്ടികൾ, പിന്നെന്താണ് ശൈശവ രോഗങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ശൈശവ രോഗങ്ങളുള്ള കുട്ടികൾ, വളർച്ചയിലെ കാലതാമസങ്ങളുള്ള കുഞ്ഞുങ്ങളുണ്ടാവും. കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, പിന്നെ ചലന വൈകല്യം, ബുദ്ധിപരമായ വികാസത്തിന് കാലതാമസമുള്ള കുട്ടികൾ, ഓട്ടിസമുള്ള കുട്ടികൾ, പഠന വൈകല്യമുള്ള കുട്ടികൾ, അവരൊക്കെയാണ് അതിൽ വരിക. രാഷ്ട്രീയ ബാല്യ സ്വാസ്ഥ്യ കാര്യക്രമത്തിൽ വരുന്നത്. 0 മുതൽ 18 ഇടയിലുള്ള പ്രായമുള്ള കുട്ടികളാണ് ഇതിൽ ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. 18 വയസ്സിന് താഴെ വരുന്ന കുട്ടികൾ സാധാരണയായി കണ്ടുവരുന്ന 30 ആരോഗ്യ പ്രശ്നങ്ങളെ മുൻപേ തന്നെ കണ്ടുപിടിച്ച് വിദഗ്ധ പരിശോധനയും തുടക്കത്തിൽ തന്നെയുള്ള ചികിത്സയും പരിചരണവും നൽകുന്നതിനുള്ള നൂതനമായ പദ്ധതിയാണ് എന്ത്? രാഷ്ട്രീയ ബാല്യ സ്വാസ്ഥ്യ ക്രം എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്തത് മിഷൻ ഇന്ദ്രധനുഷ്. അതെന്താ പറയുന്നത് പറഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി. ഇതിലെന്താ പറയുന്നത്? എല്ലാ കുട്ടികൾക്കും രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുഷ് എന്ന് പറയുന്നത്. 2014 ഡിസംബർ 25 ഈ പദ്ധതി നിലവിൽ വന്നത്. ഇതിൽ കുറച്ച് ഇതിൽ ഉൾപ്പെട്ട രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്, പോളിയോ, ക്ഷയം, 5-ാം പനി, ഹെപ്പറ്റൈറ്റിസ് ബി, മെനിഞ്ചൈറ്റിസ്, റുബെല്ല, ന്യൂമോണിയ, ജാപ്പനീസ് എൻസെഫലിറ്റിസ്, ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ടൈപ്പ് ബി. ഇതൊക്കെയാണ് മിഷൻ ഇന്ദ്രധനുഷ് പദ്ധതിയിൽ പെടുന്നത്. ഈ രോഗങ്ങളെ ചെറുക്കാനുള്ള മരുന്നുകളാണ് ഈ പദ്ധതി പ്രകാരം നൽകുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല നൽകുന്നത്, ഗർഭിണികൾക്കും ഈ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുന്നുണ്ട്. അടുത്തത് വരുന്നത് താലോലം പദ്ധതിയാണ്. താലോലം പദ്ധതി വന്നത് 2010 ജനുവരി 1 മുതലാണ്. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ പോയി പറഞ്ഞാൽ അവരുടെ പല ആരോഗ്യ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള ബോർഡുകൾ കാണാം. അത് കുട്ടികളുടെ ബ്ലോക്കിൽ പോയാൽ കാണാം. താലോലം പദ്ധതി എന്നാണ് 8 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, നാഡീരോഗം, സെറിബ്രൽ പാൾസി, ഓട്ടിസം, അസ്ഥി വൈകല്യം, എൻഡോസൾഫാൻ രോഗബാധിതരായവരുടെ രോഗങ്ങൾ, ഡയാലിസിസ്, ശസ്ത്രക്രിയ അടക്കമുള്ള ചികിത്സാ ചെലവൊക്കെ ആര് വഹിക്കും? ഗവൺമെൻറ് വഹിക്കുന്ന ഒരു പദ്ധതിയാണ് താലോലം പദ്ധതി എന്ന് പറയുന്നത്. പ്രാഥമിക സഹായമായിട്ട് ഇവർക്ക് 50,000 രൂപയാണ് ലഭിക്കുന്നത്. ഓക്കെ, ഈ ചികിത്സയ്ക്ക് പക്ഷെ ഒരു പരിധി അവർ പറയുന്നില്ല. പ്രാഥമികമായി 50,000 രൂപ ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പരിധി അവർ പറയുന്നില്ല. കേരള സംസ്ഥാന സാമൂഹിക സുരക്ഷാ മിഷനാണ് താലോലം പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ ചികിത്സാ ചെലവുകൾ വഹിക്കാൻ കഴിയാത്ത കുടുംബങ്ങളിലെ കുട്ടികൾ APL, BPL വ്യത്യാസമില്ലാതെ ഈ പദ്ധതിയിലെ പ്രയോജനം ലഭിക്കും. അടുത്തതാണ് ശരണബാല്യം.
2017 കേരള സർക്കാർ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതിയാണ്. 2018 സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കി തുടങ്ങി. കുട്ടികൾക്കെതിരെയുള്ള ചൂഷണം തടയുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണിത്. ബാലവേല, ബാലഭിക്ഷാടനം, ബാലചൂഷണം, തെരുവ് ബാല്യം കേരളത്തിനായി സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതിയാണ് ശരണബാല്യം എന്നറിയപ്പെടുന്നത്. അതായത് ഈ ഭിക്ഷാടന മാഫിയയുടെ കയ്യിൽ പെട്ടുപോയ കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ എന്ത് ചെയ്യുക, അവരിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഈ കുട്ടികളെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നു എന്ന് കണ്ടാൽ അവരെ കൊണ്ടുപോയിട്ട് അവരുടെ DNA പരിശോധന നടത്തും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ FIR രജിസ്റ്റർ ചെയ്യാനും പറ്റും. ഈ ആധാർ കാർഡും മറ്റു മതിയായ രേഖകളും ഹാജരാക്കുന്ന മാതാപിതാക്കൾക്കൊപ്പം സ്ഥാപന സംരക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളെ സ്വഭവനത്തിലേക്ക് പുനരധിവസിപ്പിക്കുകയും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയും ചെയ്യുന്നതാണ് ഈ ശരണബാല്യം എന്ന് പറയുന്നത്. അടുത്ത ബാലസൗഹൃദ കേരളം പദ്ധതി. ഇതിലെന്താ പറയുന്നതാണ്, 2021 ജനുവരി 4 KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണിത്. 2021 ജനുവരി 4 KK ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണിത്. ഈ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ പറയുന്നത് ഗോപിനാഥ് മുതുകാടാണ്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും അവകാശ സംരക്ഷണങ്ങൾക്കും തടയിടാൻ സമൂഹത്തിലുടനീളം കുട്ടികളുടെ അവകാശത്തെക്കുറിച്ചും ബാലനീതി നിയമങ്ങളെക്കുറിച്ചും വ്യാപകമായ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. 2021 ബാലസൗഹൃദ വർഷമായി ആചരിച്ചു. അപ്പോൾ ബാലസൗഹൃദ വർഷം ഏതാണ്? 2021. അടുത്തത് കാവൽ പദ്ധതി. ഇത് വന്നിട്ട് ബാംഗ്ലൂർ ആസ്ഥാനമായി നടപ്പിലാക്കിയിട്ടുള്ള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ബാംഗ്ലൂർ ആസ്ഥാനമായി NIMHANSന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് ശാസ്ത്ര സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് കാവൽ പദ്ധതി എന്ന് പറയുന്നത്. ഈ കേസിലകപ്പെട്ട കുട്ടികളെ വീണ്ടും അതിലേക്ക് നമ്മൾ ഒരു കുറ്റകൃത്യത്തിൽപ്പെട്ട കുട്ടി വീണ്ടും അതിൽ തന്നെ ചെന്ന് പെടാതെ എന്ത് ചെയ്യുക, ആ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുക. പിന്നെ അവർക്ക് വീണ്ടും അതേ അന്തരീക്ഷത്തിൽപ്പെട്ട് വീണ്ടും അവൻ കുറ്റങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻക്ക് അതിന് മെച്ചപ്പെട്ടതായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അത് ചെയ്യാൻ നിർബന്ധിതമായ സാഹചര്യത്തിന് അവനെന്ത് ചെയ്യുക, അതായത് കുറ്റവാളികളുടെ കയ്യിൽ തന്നെ പെട്ട അവൻക്ക് വീണ്ടും അതിന് ചെയ്യേണ്ടി വരും, അതിൽ നിന്ന് അവനെ തടയുക. ഇതൊക്കെയാണ് ഈ കാവൽ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അടുത്തത് കാവൽ പ്ലസ് പദ്ധതി. ഇത് കുട്ടികൾക്കായുള്ള വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കാവൽ പ്ലസ് പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് സ്നേഹപൂർവം പദ്ധതി. അതെന്താണ് പറഞ്ഞാൽ, ഈ മാതാപിതാക്കളും അല്ലെങ്കിൽ ഇവരിൽ 2 പേരോ അല്ലെങ്കിൽ ഇവരിൽ ആരെങ്കിലും ഒക്കെ മരിച്ച കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ, ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ കഴിയാതെ വരുന്ന അവസ്ഥയിൽ ഒന്നിലെ കുട്ടികൾ അവരവരുടെ വീട്ടിൽ തന്നെയോ അല്ലെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലോ താമസിപ്പിച്ച് പഠിപ്പിക്കുന്ന ഒരു പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവം പദ്ധതി എന്ന് പറയുന്നത്. സാമൂഹ്യ സുരക്ഷാ മിഷനാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അനാഥരായി പോവരുത്, ഒരു ബാല്യവും അനാഥരായി പോവരുത്, അവർക്ക് മുൻഗണന നൽകുകയും അവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് മാസം ഇവർക്ക് ധനസഹായം നൽകിക്കൊണ്ട് ഇവരുടെ എഡ്യൂക്കേഷനിലൂടെ ഇവരെ മുന്നോട്ട് കൊണ്ടുവരിക, ഇവർക്കൊരു സഹായ ഹസ്തം നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. അടുത്ത ന്യൂ ബോൺ സ്ക്രീനിങ് പറഞ്ഞാൽ എന്താണ്, ഈ നവജാത ശിശുക്കളുടെ ജനിതക രോഗങ്ങൾ കണ്ടെത്താനുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ആയുർവേദ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ബാലമുകുളം എന്ന് പറയുന്നത്. അതുപോലെ ഹൃദ്യം പദ്ധതി എന്താ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ദേശീയ ആരോഗ്യ മിഷനും കേരള സർക്കാരും ചേർന്ന് നടത്തുന്ന 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന ഹൃദയം എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പും സാമൂഹിക നീതി വകുപ്പും ചേർത്ത് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ വാത്സല്യ എന്ന് പറയുന്നത്. കാണാതായ കുട്ടികളെ കണ്ടെത്തി കൊടുക്കുക എന്നതാണ് ഈ പദ്ധതി മൂലം നടപ്പിലാക്കുന്നത്. ഓപ്പറേഷൻ പി ഹണ്ട് പറഞ്ഞാൽ ഈ അശ്ലീല വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നത് തടയുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അശ്ലീല വീഡിയോ
പ്രചരിപ്പിക്കുന്നത് തടയുക. കിഡ് ഗ്ലോവ് പറഞ്ഞ എന്താണ്? കുട്ടികളെ സൈബർ ഭീഷണിയിൽ നിന്ന് സുരക്ഷിതമാക്കുന്ന പദ്ധതിയാണ്. കിഡ് ഗ്ലോവ് സൈബർ ഭീഷണിയിൽ നിന്ന് സുരക്ഷിതമാവുന്ന പദ്ധതിയാണ്. മിഠായി പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം? മധുരം പറഞ്ഞാൽ പ്രമേഹം കുട്ടികളുടെ ടൈപ്പ് 1 പ്രമേഹം തടയുന്നതിനായി കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണിത്. അടുത്തത് എന്താണ്? ശ്രുതി തരംഗ. ശ്രുതി കേൾവിയുമായി ബന്ധപ്പെടുത്തിയിട്ടാണെന്ന് മനസ്സിലാക്കുക. 5 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ പൂർണ്ണമായും കേൾവിശക്തിയും നൽകുക എന്നതാണ് ഈ സുരക്ഷാ മിഷൻ്റെ ചികിത്സാ പദ്ധതി. അവരുടെ തന്നെയാണ് കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികൾക്ക് 25 വയസ്സ് വരെ എന്ത് ചെയ്യുക? ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് സൗജന്യമായി ചെയ്തു കൊടുക്കുന്ന പദ്ധതിയാണ് ധ്വനി. അതായത് ശ്രുതി തരംഗത്തിലൂടെ കിട്ടുന്ന 5 വയസ്സ് വരെയുള്ള പ്രായമുള്ളവർക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ ചെയ്യും. ആ ഇംപ്ലാന്റേഷൻ 25 വയസ്സ് വരെ എന്ത് ചെയ്യുക? ഉപകരണങ്ങളുടെ മെയിൻ്റനൻസ് നടത്തി കൊടുക്കുക എന്നതാണ് ധ്വനി പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. കാതോരം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഏത് ഹോസ്പിറ്റലിൽ ജനിച്ചതായാലും ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് നൽകും? അവർ കണ്ണ്, ചെവി എന്നിവ ടെസ്റ്റ് ചെയ്യും. പല ഹോസ്പിറ്റലിൽ നമ്മൾ എല്ലാ കുഞ്ഞുങ്ങളുടെയും കണ്ണ്, ചെവി എന്നിവ നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുതന്നെയാണ് ജനിച്ച കുട്ടികളിൽ ഉടനെ തന്നെ കേൾവി പരിശോധന നടത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമായ പദ്ധതിയാണ് കാതോരം പദ്ധതി എന്ന് പറയുന്നത്. അടുത്തത് നിരീക്ഷണ പദ്ധതി. ഇതൊരു ഓൺലൈൻ സംവിധാനമുള്ള പദ്ധതിയാണ്. എന്താണ് പറഞ്ഞാൽ കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസ നിയമം 2009 പ്രകാരം കുട്ടികളുടെ വിദ്യാഭ്യാസ അവകാശം നിരീക്ഷിക്കുന്നതിനുള്ള ഒരു ഓൺലൈൻ പദ്ധതിയാണിത്. യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്. അത് ഉത്തരത്തിൽ തന്നെ ഉണ്ട്. യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്. അതിൽ ആരൊക്കെയാണ് പറഞ്ഞാൽ കേരള പോലീസും കേരള ക്രിക്കറ്റ് അസോസിയേഷനും ചേർന്ന് നടപ്പിലാക്കുന്ന ലഹരി വിരുദ്ധ പരിപാടിയാണ് യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ സംയോജിത ശിശു വികസന പദ്ധതി ICDS, മിഷൻ ഇന്ദ്രധനുഷ്, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രമ, താലോലം, ശരണബാല്യം, ബാലസൗഹൃദ കേരളം പദ്ധതി, കാവൽ പദ്ധതി, കാവൽ പ്ലസ് പദ്ധതി, സ്നേഹപൂർവം, ബാലമുകുളം, ഹൃദ്യം പദ്ധതി, ഓപ്പറേഷൻ വാത്സല്യ, ഓപ്പറേഷൻ പി ഹഡ്, കിഡ് ഗ്ലോവ്, മിഠായി, ശ്രുതി തരംഗം, ധ്വനി, കാതോരം, നിരീക്ഷണ, യെസ് ടു ക്രിക്കറ്റ്, നോ ടു ഡ്രഗ്സ്. ഇനി നമുക്ക് അടുത്തത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളുകൾ നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബാലവേല പറഞ്ഞപ്പോൾ തന്നെ ബാലവേല വിരുദ്ധ ദിനം എപ്പോഴാണെന്ന് പറഞ്ഞു? ജൂൺ 12 പറഞ്ഞു. അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ ഏതാണ് പറഞ്ഞു? ആർട്ടിക്കിൾ 24 പറഞ്ഞു. അപ്പോൾ വീണ്ടും തുടങ്ങുക. ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 24, ആർട്ടിക്കിൾ 39E, ആർട്ടിക്കിൾ 39F, ആർട്ടിക്കിൾ 45. ആർട്ടിക്കിൾ 21A പറയുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമാണ് ആർട്ടിക്കിൾ 24 പറയുന്നത്. ഇത് മൗലികാവകാശങ്ങളിൽ പെടുന്നവയാണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം. ആർട്ടിക്കിൾ 24 പറയുന്നത് ബാലവേല നിരോധന നിയമത്തെക്കുറിച്ചും. ആർട്ടിക്കിൾ 39E പറയുന്നത് തൊഴിലാളികളുടെയും കുട്ടികളുടെയും ആരോഗ്യവും ശക്തിയും അമിത ചൂഷണത്തിന് വിധേയമാക്കാതെ സംരക്ഷിക്കുക എന്നതാണ്. ആർട്ടിക്കിൾ 39F പറയുന്നത് കുട്ടികളുടെ സർവോന്മുഖ വികാസത്തിനുള്ള സാഹചര്യം ഒരുക്കുന്നതോടൊപ്പം ചൂഷണം, അനാഥത്വം എന്നിവയിൽ നിന്നുള്ള സംരക്ഷണത്തെയും. ആർട്ടിക്കിൾ 45 പറയുന്നത് 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കുള്ള കരുതലും വിദ്യാഭ്യാസം രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ എന്നിവയിലാണ് ഈ നിയമങ്ങൾ വരുന്നത്. അടുത്തത് പോസ്കോ ആക്ട് 2012. അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് ആക്ട് എന്ന് പറഞ്ഞു. അത് 2012 വന്നത് എന്ന് പറഞ്ഞു. ഈ നിയമത്തിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2012 ജൂൺ 19 ഈ പദ്ധതി നിലവിൽ വന്നത് 2012 നവംബർ 14 പോസ്കോ നിയമപ്രകാരം കുട്ടി എന്ന് പറയുന്നത് എന്താണ്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഇതിൽ ആൺ പെൺ എന്നീ വ്യത്യാസമൊന്നുമില്ലാതെ 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇതിന് കീഴിൽ വരും. ഈ കുട്ടികൾക്ക് കുറ്റകൃത്യത്തിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം കുറ്റകൃത്യ വിചാരണയ്ക്ക് വേണ്ടി സ്പെഷ്യൽ കോടതികൾ സ്ഥാപിക്കുക കൂടി ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ നടപടിക്രമങ്ങൾ ശിശു സൗഹൃദ നടപടിക്രമങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. പോസ്കോ നിയമത്തിൽ ആകെ 9 അധ്യായങ്ങളും
46 സെക്ഷനുകളുമാണുള്ളത്. 9 അധ്യായങ്ങളും 46 സെക്ഷനുമാണുള്ളത്. ഇനി പോസ്കോ ഇ ബോക്സ് പറഞ്ഞാൽ എന്താണ്? ഇ ബോക്സ് പറഞ്ഞാൽ അറിയേണ്ടത് ഓൺലൈനായിട്ടുള്ള സർക്കാർ പദ്ധതിയാണിത്. എന്താണ്? കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച പരാതികൾ ഓൺലൈനായി നൽകാൻ ആരംഭിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് പോസ്കോ ഇ ബോക്സ് എന്ന് പറയുന്നത്. ഇത് നിലവിൽ വന്ന 2016 ഓഗസ്റ്റ് 26-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് മനേക ഗാന്ധിയാണ്. ഇനി പോസ്കോ നിയമപ്രകാരം കേസുമായി ബന്ധപ്പെട്ട പരാതി ആർക്കൊക്കെ നൽകേണ്ടത് പറഞ്ഞാൽ ലോക്കൽ പോലീസിന് നൽകാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ജൂനൈസ് പോലീസിന് നൽകാം, അല്ലെങ്കിൽ 1098 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് ചൈൽഡ് ലൈനിൽ കംപ്ലൈൻറ്റ് ചെയ്യാം, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക്. പിന്നെ സംസ്ഥാന ദേശീയ ബാലാവകാശ കമ്മീഷനും എന്ത് ചെയ്യാൻ പറ്റും? പരാതി നൽകാൻ പറ്റും. അതുപോലെ ഈ കേസ് റിപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റും? സ്കൂളിൽ കൗൺസിലിംഗ് മുഖേനയാണ് എങ്ങനൊരു സംഭവം അറിഞ്ഞെങ്കിൽ ആ സ്കൂൾ അധികൃതർക്ക്, അധ്യാപകർക്ക്, അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക്, ഹോസ്റ്റൽ ജീവനക്കാർക്ക്, ചൈൽഡ് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മുഖാന്തരമാണെങ്കിൽ ഡോക്ടർമാർക്ക്, അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക്, സർക്കാർ ഉദ്യോഗസ്ഥർക്ക്, അങ്ങനെ ആർക്ക് വേണമെങ്കിലും പോസ്കോ കേസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഇനി ഈ നിയമത്തിലെ വിവിധ തരം അതിക്രമങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞാൽ ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള അക്രമം, ലൈംഗിക കടന്നുകയറ്റത്തിലൂടെയുള്ള തീവ്രമായ ലൈംഗിക ആക്രമണം, ലൈംഗിക പീഡനം, ഇവയൊക്കെയാണ് ഇതിന് കീഴിൽ വരുന്ന വിവിധ തരം ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പോസ്കോ ഭേദഗതി നിയമം 2019 കൂടി പറയാം. പോസ്കോ ഭേദഗതി നിയമം 2019 ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായ സ്മൃതി ഇറാനിയാണ്. ആരാണ് രാജ്യസഭയിൽ അവതരിപ്പിച്ചത്? സ്മൃതി ഇറാനിയാണ്. ഇത് രാജ്യസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 24-നും ലോകസഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1-നും ഇതിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് ഓഗസ്റ്റ് 5-നുമാണ്. അതൊക്കെ 2019 തന്നെയാണ്. രാജ്യസഭ ജൂലൈ 24, ലോകസഭ ഓഗസ്റ്റ് 1, രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2019 ഓഗസ്റ്റ് 5-നാണ്. ഇതിലൂടെയാണ് ഈ കുട്ടികൾക്കെതിരെ പോസ്കോ നിയമത്തിൽ വധശിക്ഷ എന്നത് ഉൾപ്പെടുത്തിയത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ഒന്ന് വേഗത്തിൽ പറഞ്ഞു പോകാം എന്തൊക്കെയാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത് എന്ന്. ആദ്യം നമ്മൾ കുട്ടികളുടെ സംരക്ഷണ നിയമം, അതിന് വേണ്ടി വന്ന യൂണിസെഫിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കാണെന്ന് പറഞ്ഞു. 1946 ഡിസംബർ 11-നാണ് അത് വന്നത് എന്ന് പറഞ്ഞു. അതുപോലെ കുട്ടികളുടെ അവകാശ കൺവെൻഷൻ പാസ്സാക്കിയത്, ഐക്യരാഷ്ട്രസഭ പാസ്സാക്കിയത് 1989 നവംബർ 20-നാണെന്ന് പറഞ്ഞു. 1990-ലാണ് നിലവിൽ വന്നത് പറഞ്ഞു. ഈ ഉടമ്പടിയിൽ ഇന്ത്യ ഒപ്പുവെച്ച് 1992 ഡിസംബർ 11-നാണെന്ന് പറഞ്ഞു. ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെട്ട നിയമങ്ങൾ: ആദ്യം ശൈശവ വിവാഹ നിയന്ത്രണ നിയമം 1929, ബാലവേല നിയമം, ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ആക്ട് 2005. ഇത് പ്രകാരമാണ് സംസ്ഥാന അല്ലെങ്കിൽ ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകൾ വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ശൈശവ വിവാഹ നിരോധന നിയമം 2006. ഇത് പ്രകാരമാണ് 18, 21 എന്നുള്ള വിവാഹപ്രായമാക്കിയത് എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ അവകാശ സംരക്ഷണ നിയമം, പിന്നെ പോസ്കോ ആക്ടിനെ കുറിച്ച് പറഞ്ഞു, ബാലനീതി നിയമത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ ബാലാവകാശ കമ്മീഷൻ സ്ഥാപിച്ചതിനെക്കുറിച്ചും. ബാലാവകാശ കമ്മീഷൻ നിയമം നിലവിൽ വന്ന 2007 ഫെബ്രുവരി 16-നാണ് എന്ന് പറഞ്ഞു. ബാലാവകാശ കമ്മീഷൻ, ദേശീയ ബാലാവകാശ കമ്മീഷൻ 2007 മാർച്ച് 5-ന് വന്നു. ഡൽഹിയായിരുന്നു ആസ്ഥാനം. 7 അംഗങ്ങൾ, ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളും ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ കാലാവധി ചെയർമാന് 3 വർഷവും 65 വയസ്സും ബാക്കിയുള്ളവർക്ക് 3 വർഷം 60 വയസ്സുമാണ്. അതിൽ 2 വനിതകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഇനി അവരുടെ ആദ്യത്തെ ചെയർപേഴ്സൺ ശാന്ത സിൻഹയും ഇപ്പോഴത്തേത് പ്രിയങ്ക ഖനുങ്കയുമാണെന്ന് പറഞ്ഞു. പിന്നെ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 2013 ജൂൺ 3-നാണ് വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണെന്ന് പറഞ്ഞു. 7 അംഗങ്ങളും ഒരു സെക്രട്ടറിയാണ് ഉള്ളത് പറഞ്ഞു. കാലാവധി 3 വർഷം 65 വയസ്സാണ് ചെയർമാൻ്റെ കാലാവധി. ബാക്കിയുള്ളവരുടെ 3 വർഷം 60 വയസ്സുമാണെന്ന് പറഞ്ഞു. ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനും നിലവിൽ KV മനോജ് കുമാറുമാണെന്ന് പറഞ്ഞു. പിന്നെ ഇവർക്ക് വേണ്ടി കൊണ്ടുവന്ന ക്ഷേമ പദ്ധതികൾ നമ്മൾ പറഞ്ഞു. സംയോജിത ശിശു വികസന പദ്ധതി ICDS പറഞ്ഞു. മിഷൻ ഇന്ദ്രധനുഷ് പറഞ്ഞു.
രാഷ്ട്രീയ ബാല്യ സ്വാസ്ഥ്യ കാര്യക്രമ, താലോലം, ശരണബാല്യം, ബാലസൗഹൃദ കേരളം പദ്ധതി, കാവൽ പദ്ധതി, കാവൽ പ്ലസ് പദ്ധതി, സ്നേഹപൂർവം പദ്ധതി, ബാലമുകുളം പദ്ധതി, ഹൃദയം പദ്ധതി, ഓപ്പറേഷൻ വാത്സല്യ, ഓപ്പറേഷൻ പി ഹഡ്, കിഡ് ക്ലോവ്, മിഠായി, ശ്രുതി തരംഗം, ധ്വനി, കാതോരം, നിരീക്ഷണ, എസ്റ്റ് ക്രിക്കറ്റ്, നോക്ടു, ഡ്രഗ്സ് അല്ലാട്ടോ ഡ്രഗ്സാണ്, അത് ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്, ശ്രദ്ധിക്കണേ. ചിലത് ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ വരുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷേമ പദ്ധതികൾ എന്ന് പറഞ്ഞു. പിന്നെ കുട്ടികളുമായി അവകാശപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ പറഞ്ഞു. ആർട്ടിക്കിൾ 21A, ആർട്ടിക്കിൾ 24 ബാലവേല നിരോധനം, ആർട്ടിക്കിൾ 21A 6 to 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം, പിന്നെ ആർട്ടിക്കിൾ 39E, ആർട്ടിക്കിൾ 39F, ആർട്ടിക്കിൾ 45 എന്നിവയൊക്കെയാണ് ഭരണഘടനയിലുള്ള കുട്ടികളുടെ അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളുകൾ. പിന്നെ പോസ്കോ ആക്ട് 2012 കുറിച്ച് പറഞ്ഞു. രാഷ്ട്രപതി അംഗീകരിച്ച 2012 ജൂലൈ 19 നിലവിൽ വന്നത്. 2012 നവംബർ 14 പറഞ്ഞു. ഇതിൽ ആകെ 9 അധ്യായങ്ങളും 46 സെക്ഷനുകളുമാണ് ഉള്ളത് എന്ന് പറഞ്ഞു. പിന്നെ പോസ്കോ ബോക്സിനെ കുറിച്ച് പറഞ്ഞു. അതൊരു ഇലക്ട്രോണിക്കായി മുഖേന നമുക്ക് അവർക്ക് എന്ത് നൽകാൻ പറ്റുന്നതാണ്, ഇൻ്റർനെറ്റ് മുഖേന തന്നെ നമുക്ക് പരാതി നൽകാൻ പറ്റുന്ന ഒരു ബോക്സാണ് എന്ന് പറഞ്ഞു. ഓൺലൈനായി നൽകാനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. പിന്നെ ആർക്കൊക്കെയാണ് പരാതി നൽകേണ്ടത്, ആർക്കൊക്കെ അത് റിപ്പോർട്ട് ചെയ്യാം, അവർക്കെതിരെയുള്ള വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞു. പിന്നെ പോസ്കോ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറഞ്ഞു. പോസ്കോ ഭേദഗതി നിയമം 2019 ജൂലൈ 24 രാജ്യസഭ പാസ്സാക്കിയത്. അവിടെ അത് അവതരിപ്പിച്ചത് നമ്മുടെ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയായിരുന്ന സ്മൃതി ഇറാനി ആയിരുന്നു. ലോക്സഭ പാസ്സാക്കിയത് 2019 ഓഗസ്റ്റ് 1 രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച 2019 ഓഗസ്റ്റ് 5 ഭേദഗതിയിലൂടെ വധശിക്ഷ പോസ്കോയിൽ ഉൾപ്പെടുത്തി എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കുട്ടികളുടെ അവകാശ നിയമം എന്ന് പറയപ്പെടുന്നത്. കുട്ടികളുടെ അവകാശ നിയമം, വനിതകളുടെ അവകാശ നിയമം ഇവയെല്ലാം മിക്ക ചോദ്യങ്ങളിലും ചോദ്യപേപ്പറിലും നമ്മൾ കണ്ടുവരാറുള്ളതാണ്. ഓക്കെ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.